ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് റൈസ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ പൊതുവേ അവർക്ക് അത് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ റൈസ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും അതുപോലെ കുറച്ച് വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കുകയും ചെയ്യും, അവർക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സും കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പൊട്ടാറ്റോയും ക്യാരറ്റും എടുത്തിട്ട് ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഇനി തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും കിഴങ്ങും നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വെള്ളം ഞാൻ അടിയിൽ ഒരു അല്പം വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റും കിഴങ്ങും തൊലി കളഞ്ഞിട്ടുള്ളത് നമുക്കിതുപോലെ പീസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് ആപ്പിൾ കൂടെ ഇതുപോലെ പീൽ ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി കുറച്ചും കൂടെ പോഷകപൂരിതമാവും. അപ്പോൾ ഫ്രൂട്ട്സിൽ നിന്നുള്ള വെജിറ്റബിൾസ് നിന്നുള്ളൊക്കെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും, അതിൻ്റെ ആ ഒരു സ്വീറ്റും അവർക്ക് കിട്ടും. ഇപ്പോൾ ക്യാരറ്റും കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വിസിൽ മതി, 3-4 വിസിൽ മതി. ഇനി നമുക്കിതിൽ നിന്ന് ക്യാരറ്റും കിഴങ്ങും എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ക്യാരറ്റും കിഴങ്ങും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തവി ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറാണിത്. അപ്പോൾ അത് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ലൂസാക്കി എടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ ക്യാരറ്റും കിഴങ്ങും വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിപ്പോൾ മക്കൾക്ക് 1 വയസ്സായതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മാറ്റാവുന്നതാണ്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് കുട്ടികൾക്കും സെർവ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ചെറു ചൂടോട് കൂടി ഭക്ഷണം കൊടുക്കുക അവർക്ക്. അപ്പോൾ ഇത് വളരെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുപോലെ റൈസും കുട്ടികൾക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു 8 മാസം തൊട്ട് ഒരു 1-2 വയസ്സ് വരെ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ അവർക്ക് റൈസും കഴിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ടിപ്സിന് വേണ്ടിയിട്ടും കൂടുതൽ റെസിപ്പീസിന് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്